हरि ओम। ओ सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्ध्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ 19ഉം 20ഉം ശ്ലോകം ചെല്ലാം. മഹാബുദ്ധിർ മഹാബല കഴിഞ്ഞല്ലോ. 19, 20. മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്വിജീ അനിർദ്ദേശ്യവപു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിധൃക് മഹേശ്വാസോ മഹീഭർത്ത ശ്രീനിവാസ സദം ഗതി അനിരുദ്ധസുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതി. നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന നാമം 173-ാമത്തെ മഹാബുദ്ധി. മഹാബുദ്ധി എന്ന് വെച്ചാൽ അർത്ഥം പറയേണ്ട കാര്യമില്ല, മഹത്തായ ബുദ്ധിയുള്ളവൻ, ബുദ്ധിമാൻ, മഹാബുദ്ധിമാൻ ഒക്കെയാണ് അതിൻ്റെ അർത്ഥം. അന്ധക്കരണത്തിൽ നമ്മളുടെ അന്ധക്കരണത്തിൽ നിശ്ചയാത്മകമായി പ്രവർത്തിക്കുന്ന ബുദ്ധി, ഡിസിഷൻ മേക്കർ, നോട്ട് ഡൗട്ടിങ് തോമസ്. സംശയാത്മകമാണ് മനസ്സ്, നിശ്ചയാത്മകമാണ് ബുദ്ധി. അപ്പോൾ നമ്മളുടെ അന്ധക്കരണത്തിൽ, ചിത്തത്തിൽ നിശ്ചയാത്മകമായി പ്രവർത്തിക്കുന്ന ബുദ്ധി, ചെറിയൊരു ബുദ്ധി, ഭഗവാന്റെ മഹാബുദ്ധിയുടെ സ്ഫുരണമുള്ളത് കൊണ്ടാണ് ഇതിന് പ്രവർത്തന ശേഷി കിട്ടുന്നത്. ആ മഹാചൈതന്യ സ്വരൂപത്തിൻ്റെ, പരബ്രഹ്മത്തിൻ്റെ ഒരു ചെറിയൊരു സ്ഫുരണം ജീവാത്മാവിലൂടെ നമ്മളിലുള്ളത് കൊണ്ട്, ആ ജീവാത്മാവ് ആ ബുദ്ധിയെ പ്രകാശിക്കുന്നത് കൊണ്ടാണ് നിശ്ചയാത്മികമായിട്ടുള്ള നമ്മളുടെ ബുദ്ധിക്ക് പ്രചോദനം കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ പ്രവേശിച്ചിരിക്കുന്നത് ഭഗവാന്റെ ചെറിയൊരംശം, ഇൻഫിനിറ്റിസ്മൽ, മിനിസ്ക്യൂൾ എന്നൊക്കെ പറയില്ലേ. ഒരു എന്താ പറയുക, ഒരു ടൂത്ത് പിക്കുമ്പിലൊക്കെ ഒരു ചാന്ത് പൊട്ടൊക്കെ ഇട്ട് ഒരു പൊട്ട് ഇട്ടത്ര ഉണ്ടാവും അതിൻ്റെ മുകളിൽ, കുങ്കുമോ ചന്ദനമൊക്കെ ഒന്ന് തൊട്ടാൽ ഒരു ടൂത്ത് പിക്കിൻ്റെ മുകളിൽ ഇത്ര ഉണ്ടാവും, ചെറിയൊരു പൊട്ട്. അതും പറയാനില്ല, അതിലും ചെറിയൊരു അംശം. അണോരണീയാൻ എന്നൊക്കെ പറയില്ലേ, ചെറുതിനേക്കാൾ ചെറുത്. അപ്പം എത്രയും ചെറിയൊരു കാര്യത്തിന് അതിൻ്റെ മുകളിൽ നിന്ന് തൊട്ട്, അതാണ് ആ അംശമാണ് നമ്മൾ ഈ കിടന്ന് ഐൻസ്റ്റീനും രാമാനുജൊക്കെ ആയിട്ട് കിടന്ന് കളിക്കണത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഒരു സ്ഫുരണമാണ് യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസതേ. അതിൻ്റെ ഭാസമാണ്, അതിൻ്റെ പ്രകാശമാണ്, അതിൻ്റെ സ്ഫുരണമാണ് ചെറിയൊരംശം നമ്മളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രാരാബ്ധ കർമ്മത്തിന് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി മാത്രമേ ഭഗവാൻ നൽകുന്നുള്ളൂ. എക്സസ് സ്റ്റോക്കൊന്നും കൊടുക്കണില്ല. എൻ്റെ പ്രാരാബ്ധം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് ഈ ജീവിതത്തിൽ എന്തെല്ലാം നടത്തിക്കൊണ്ട് പോകേണ്ടതുണ്ട് എനിക്കറിയാം. അതിന് നിനക്ക് എത്ര വഴിച്ചെലവ് വേണം അത് തരാം. അതിൽ ഈ സേവ് ചെയ്യേ, റെമിഷൻ, സെൻറ്റൻസിന് റെമിഷൻ ഉണ്ടാക്കുകയെ തദ്വാര, അതൊക്കെ നീ ചെയ്തോ, അതൊക്കെ നിൻ്റെ മിടുക്ക്, അതൊക്കെ നിൻ്റെ പുരുഷാർത്ഥം. പ്രാരാബ്ധവശാത് നിനക്ക് നിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, ഈ പ്രാരാബ്ധ കർമ്മങ്ങളുടെ അവസാനത്തേക്ക് എത്താൻ നിനക്ക് 70 കൊല്ലോ 60 കൊല്ലോ 80 കൊല്ലോ 100 കൊല്ലോ എത്ര വാട്ട് എവർ ഇറ്റ് ഈസ്, അതുവരെ നിനക്ക് നിൻ്റെ പ്രാരാബ്ധ കർമ്മം അനുസരിച്ച് പോകാനായിട്ട് നിൻ്റെ ബുദ്ധി വികസനത്തിനും
ബുദ്ധി സാമർഥ്യത്തിന് നിനക്ക് എത്ര ബുദ്ധി വേണോ അത്ര ബുദ്ധി ഞാൻ നിനക്ക് ചിലവായിട്ട് തരാം. നത്തിങ് മോർ. അതിൽ നീ സേവ് ചെയ്തിട്ട് അത്രയധികം പ്രാരാബ്ധകർമ്മം ഇല്ലാത്ത രീതിയിൽ നീ ചെയ്തോ. വേഗം പൊക്കോ, തിരിച്ചു വേഗം പൊക്കോ, ഒരു കുഴപ്പമില്ല. എന്തിനാ അവിടെ കിടന്ന് ബുദ്ധിമുട്ടണം? ഈ വെയിലത്ത് കിടന്ന് കളിക്കണം എന്തിനാ? പോയിക്കൂടെ, തിരിച്ചു പോയിക്കൂടെ? അതൊക്കെ എൻ്റെ ഇഷ്ടം. നിനക്ക് വേണ്ടത്ര ബുദ്ധി ഞാൻ തരുന്നുണ്ട്, ആഡിക്വേറ്റ്. ആവശ്യമുള്ളതിന് അത്ര നിനക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ നിനക്ക് വേഗം സ്വതന്ത്രമായിട്ട് ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ മാർഗം നീ തേടിക്കും. അതിനുള്ള ശക്തി നിനക്കുണ്ട്, അത് ഞാൻ തരുന്നുണ്ട്. അതിനുള്ള ശക്തി നിനക്ക് തരുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ പ്രാരാബ്ധത്തിൽ നിന്ന് സ്വല്പം വ്യത്യാസം വരുത്തിയിട്ട് പോവാം, ഒന്ന് മയപ്പെടുത്താം. സാധാരണ കർമ്മത്തിനനുസരിച്ചായിരിക്കുമല്ലോ ബുദ്ധി. ബുദ്ധി കർമാനുസാരിണി എന്നല്ല പറയാം. എന്നാലും മനുഷ്യന്മാർക്ക് പ്രത്യേകിച്ച് ഉള്ളൊരു സ്വാതന്ത്ര്യം ആണ് പുരുഷാർത്ഥം. അപ്പോൾ ആ പ്രാരാബ്ധം സ്വല്പം മയപ്പെടുത്താനുള്ള ഒരു തന്ത്രം, ഒരു ഡൈനാമിക്സ്, ഒരു കെമിസ്ട്രി. മനസ്സിലായില്ലേ? അപ്പോൾ ഏതായാലും മഹത്തായ ബുദ്ധി സർവജ്ഞനായ പരമാത്മാവ് തന്നെയാണെന്നുള്ളതിന് അതൊരു തർക്കമില്ല. നമ്മുടെ ചിന്താവിഷയം അതാണ്. പ്രാരാബ്ധം പുരുഷാർത്ഥമൊക്കെ നമ്മൾ ഇൻസിഡൻ്റലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചിന്താവിഷയം ഏറ്റവും മഹത്തായ ബുദ്ധി സർവജ്ഞനായ പരമാത്മാവിൻ്റെ തന്നെ ആകുന്നു. അതുകൊണ്ട് ഭഗവാൻ മഹാബുദ്ധി, ഒരു പവർ ഹൗസ്, അവിടുന്നാണ് എല്ലാ പവർ നിൽക്കുന്നത്, പവർ ഹൗസ് ഓഫ് നോളജ്. അതിൽ നിന്ന് ചെറിയൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഒരു സ്പാർക്ക് നമുക്കിങ്ങനെ വരുന്നു വ്യക്തികളിൽ. വ്യത്യസ്തമായ ബുദ്ധിവൈഭവം ഓരോരോ വ്യക്തികൾക്ക് ഓരോരോ ബുദ്ധിവൈഭവം കൊടുക്കുന്നു. ഒരാൾക്ക് കൊടുക്കുന്ന ബുദ്ധിയിലെ പ്രവണതയല്ല വേറൊരാൾക്ക് കൊടുക്കുന്നത്. അയാളുടെ ഫീൽഡ് ഇതായിരിക്കില്ല, അയാളുടെ ഫീൽഡ് കെമിസ്ട്രി ആവും. ആ കെമിസ്ട്രിയിലുള്ള വൈഭവം അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഗണിതം രാമാനുജം, ശകുന്തളാദേവി, ആര്യഭട്ടൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഗണിതത്തിൽ പ്രാഗൽഭ്യം കൊടുക്കുന്നു. ഷേക്സ്പിയർ, ടാഗോർ എന്ന് പറയുന്നവർക്ക്, മിൽട്ടൺ, കുഞ്ഞോട്ട് തമ്പുരാൻ, കാളിദാസൻ എന്ന് പറയുന്ന കവികൾക്കൊക്കെ അവരുടേതായിട്ടുള്ള പ്രചോദനം കൊടുക്കുന്നു. അവരോട് കെമിസ്ട്രി ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. അവർക്ക് ഈ കവിത അങ്ങനെ പെട്ടെന്ന് വായ തുറന്ന കവിത വരും. ഓർക്കാതെ വാ പിളർന്നാൽ കവിത തുരുതുരേ വന്നു ചാടുന്ന നിങ്ങൾക്ക് ഓക്കാനം വന്നിടാനും മതി മമ കവിതാ രീതി കാണുന്ന നേരം എന്ന് പറയില്ലേ. അപ്പോൾ ഓർക്കാണ്ട് വായ തുറന്നാലും അവരുടെ വായൻ്റെ കവിതയെ വീഴുക. അതെന്താ? ആ പോയട്രിയുടെ വൈഭവം, ബുദ്ധിശക്തി അത്രയ്ക്കുണ്ട് അവർക്ക്. അഗ്രഗണ്യന്മാരാ കവിത എഴുതാൻ. അവർക്ക് കവിതയിൽ സാഹിത്യത്തിൽ ബുദ്ധി കൊടുക്കണം. മരണക്കിടക്കയിൽ കിടന്നിട്ടായാലും കാറിൻ്റെ നമ്പർ എൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് അവിടെ കിടന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് രാമാനുജൻ, ഇല്ലേ? ആര്യഭട്ടൻ, അവരൊക്കെ ആലോചിച്ച് നോക്കും. ഒരു അസ്ട്രോണോമിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അപ്പോൾ അതാണ് ആൾക്കാർക്ക് അതാണ് രീതിയിൽ കൊടുക്കുന്നു. സയൻസ്, സയൻറ്റിഫിക്കായിട്ടുള്ള ബുദ്ധി. ഐൻസ്റ്റൈൻ, സി വി രാമൻ, അങ്ങനെ ഓരോരോ വ്യക്തികൾക്കും അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവരുടെ പ്രാരാബ്ധ കർമ്മത്തെ. ഐൻസ്റ്റൈൻ്റെ പ്രാരാബ്ധ കർമ്മമാണോ കൊടുങ്ങല്ലൂർ കുഞ്ഞിട്ട് തമ്പുരാന്? കൊടുങ്ങല്ലൂർ കുഞ്ഞിട്ട് തമ്പുരാൻ്റെ കർമ്മമാണോ? എന്താണ്, എന്താ പറയുക, കർമ്മമാണോ ആര്യഭട്ടന്? പ്രാരാബ്ധമാണോ ആര്യഭട്ടന്? അല്ലല്ലോ. ആര്യഭട്ടൻ്റെ കർമ്മ ആര്യഭട്ടൻ, കുഞ്ഞോട്ട് തമ്പുരാന്, ഐൻസ്റ്റീൻ്റെ ഐൻസ്റ്റീൻ. അപ്പോൾ വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും അവരുടെ പ്രാരാബ്ധം അനുസരിച്ച് ആ പ്രാരാബ്ധം നിറവേറ്റാൻ ആവശ്യമുള്ള ബുദ്ധി എത്രയാണോ ആ ബുദ്ധി ഈ ട്രാൻസ്ഫോർമറിന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സാധനം അതാണ്. അത് വ്യക്തി ബുദ്ധി ആയാലും ശരി, സമഷ്ടി എന്താ പറയുക ബുദ്ധി ആയാലും ശരി. ആ ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ലോകത്തിലുള്ള സം ടോട്ടൽ ഓഫ് ഓൾ ഇൻ്റലിജൻസ് എന്ന് നോക്കിക്കോളൂ. സം ടോട്ടൽ ഓഫ് ഓൾ ഇൻ്റലിജൻസ്
എന്തായി? മഹാബുദ്ധി. അതിൻ്റെ അപ്പുറത്തിന് ഒന്നുമില്ല. അതാണ് ഭഗവാന് മഹാബുദ്ധി എന്ന് വരാനുള്ള പേര് വരാനുള്ള കാരണം. ഇനി അടുത്ത നാമം മഹാവീര്യ. ഒക്കെ ഈ മഹാനാട്ടോ ഇതിലൊക്കെ. ഇനി മഹാവീര്യ, മഹത്തായ വീര്യമുള്ളവൻ. എന്താ ഈ വീര്യം എന്ന് വെച്ചാൽ? ലോക നന്മയ്ക്ക് അല്ലെങ്കിൽ ലോക അഭിവൃദ്ധിക്ക് വേണ്ടി ഏതൊരു സൃഷ്ടിക്കും പ്രേരണ നൽകുന്നതാണ് വീര്യം, അല്ലേ? ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ? അതാണ് വീര്യം എന്ന് പറയുന്നത്. ശൗര്യമല്ല കേട്ടോ, വീര്യമാണ്. വീര്യം വേറെ, ശൗര്യം വേറെ. വെറും കറേജ് എന്ന് പറഞ്ഞാൽ അല്ല. കറേജ് ഈസ് സ്ട്രെങ്ത്. വീര്യം എന്ന് പറഞ്ഞാൽ സോർട്ട് ഓഫ് എനർജറ്റിക് ഡൈനാമിസം എന്നുള്ള അർത്ഥമൊക്കെ വരും സ്ട്രെങ്ത്തിൻ്റെ കൂടെ. അപ്പോൾ ലോക നന്മ ചെയ്യാനായിട്ട്, ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട്, എല്ലാ ലോകർക്കും വേണ്ട ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയില്ലേ, ആ ആശയം നിറവേറ്റാനായിക്കൊണ്ട് ലോക കല്യാണത്തിന് വേണ്ടിയിട്ട് ഓരോരോ സൃഷ്ടിക്കും പ്രേരണ നൽകുന്നതാണ് വീര്യം. അങ്ങനെ ഓരോ സൃഷ്ടിക്കും ഭഗവാൻ വീര്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കും ചില നേരത്തൊക്കെ ചിലപ്പോൾ വീര്യം പുറത്തു വരാറില്ലേ? ഇത് ഞാൻ ചെയ്താട്ട് അങ്ങോട്ടോ, ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കണം എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഇതും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കില്ലേ? അതാണ് വീര്യം എന്ന് പറയുന്നത്. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെ ടോട്ടൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഓഫ് ദ യൂണിവേഴ്സ് ഈസ് മഹാവീര്യ. അതാണ് ഭഗവാൻ. ഇതൊക്കെ സം ടോട്ടലാണ് ഭഗവാൻ. അപ്പോൾ ഒന്ന് വീക്ഷണം ചെയ്ത് നോക്കൂ. ഒന്ന് കടലാസും പെൻസിലൊന്നും എടുത്ത് കൂട്ടാൻ പറ്റില്ല. സ്ക്വയർ റൂട്ടും മൾട്ടിപ്ലിക്കേഷനും ചെയ്യാൻ പറ്റില്ല. ഒന്നിങ്ങനെ കണ്ണൊന്ന് ചീമ്പിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ടോട്ടൽ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഓഫ് ദ വേൾഡ്. നമുക്കറിയാത്ത ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് എത്രയുണ്ട്? അതൊക്കെ വിട്. അറിയണത് നോക്കൂ. നമ്മളുടെ അറിവിൽ അറിയുന്ന ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് ലിസ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തതിൻ്റെ, അറിഞ്ഞതിൻ്റെയും അറിയാത്തതിൻ്റെ ഒക്കെ ഒരു ടോട്ടൽ ആകെ മൊത്തം എന്നൊക്കെ പറയില്ലേ നമ്മൾ? ആകെ മൊത്തം ടോട്ടൽ, സം ടോട്ടൽ. അതാണ് മഹാവീര്യ എന്ന് പറയുന്നത്. കാരണം ആ വീര്യമൊക്കെ എവിടെ തന്നെയാണ് വരുന്നത്? എവിടെ നിന്നാണ് എനിക്ക് വീര്യം കിട്ടണത്? മാർക്കറ്റിൽ മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ? വേർ ഡു യു ഗെറ്റ് ദിസ് വീര്യം ഫ്രം യുവർ ഓൺ ഇന്നർ എൻജിനീയറിങ്. ഉള്ളിലുള്ള എൻജിനീയറിങ് കാരണം നമുക്ക് വീര്യം കിട്ടും. നിങ്ങളുടെ മനസ്സ് അങ്ങനെ, ബുദ്ധി അങ്ങനെ, ഇന്ദ്രിയങ്ങൾ അങ്ങനെ, ഒരു പ്രത്യേക കെമിസ്ട്രിയിൽ അത് മൂന്നും പ്രവർത്തിക്കുക കാരണമല്ലേ നിങ്ങൾക്ക് വീര്യം പ്രകടമാകുന്നത്? അത് പ്രവർത്തിപ്പിക്കുന്നത് ആരാ? നിങ്ങളുടെ ജീവാത്മാവന്. അപ്പം അങ്ങനെയുള്ള എല്ലാ ജീവാത്മാക്കളിലും അതാത് ജീവാത്മാക്കളുടെ വീര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. പുലിയായാലും ശരി, സിംഹമായാലും ശരി, കുതിരയായാലും ശരി, എന്താ പറയുക, പാമ്പായാലും ശരി, മുയലായാലും ശരി, പൂച്ചയായാലും ശരി, ആരായാലും ശരി, ഏത് ക്രിയേറ്റഡ് ബീങ് ആയാലും ശരി, ക്രിയേറ്റഡ് വസ്തു ആയാലും ശരി, ഏത് സൃഷ്ടിയായാലും ശരി, അതാത് രീതിയിൽ അവരുടെ വീര്യം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എവരി ഡോഗ് ഹാസ് ഹിസ് ഡേ എന്നൊക്കെ പറയില്ലേ? അപ്പം എല്ലാവരും ഒക്കെ ഉണ്ട്. അപ്പം സമസ്ത സൃഷ്ടിയിൽ, സമസ്ത സൃഷ്ടിജാലത്തിൽ ഉള്ള എല്ലാ ക്രിയേറ്റീവ് ഇൻ്റലിജൻസിൻ്റെയും ആകത്തുകയാണ്, സം ടോട്ടലാണ് മഹാവീര്യ ഭഗവാൻ. മഹാശക്തി അടുത്ത നാമം 175. മഹാശക്തി മീൻസ് ശക്തിയുള്ളവൻ, മഹാശക്തിയുള്ളവൻ. ഇവിടെ ശക്തി മുമ്പൊരിച്ചിൽ പറഞ്ഞിട്ടുണ്ട്. മഹാബലം എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മഹാബല അവിടെ സ്ട്രെങ്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്, ശക്തി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ശക്തി എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബലവും ശക്തിയും രണ്ട് വാക്ക് ഉപയോഗിക്കാൻ എന്താ കാരണം? അപ്പോൾ ഇവിടെ ശക്തിക്ക് ബലം എന്നർത്ഥം അല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്, കമൻറ്റേറ്റേഴ്സ് പറയുന്നത്. അവിടെ മഹാബല എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. മഹാബുദ്ധിർ മഹാശക്തിർ മഹാബല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ നാമത്തിൽ.
പിന്നെ ഇവിടെ എന്തിനാ മഹാശക്തി എന്ന് പറയുന്നത്? അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ മഹാശക്തി എന്ന് പറയുന്നത് ബലമല്ല, ഇറ്റ് ഈസ് കഴിവ്, എബിലിറ്റി. അതും ശക്തി തന്നെയല്ലേ. കർമ്മങ്ങൾ നിർവഹിക്കാനുള്ളൊരു പ്രത്യേക കഴിവ്, ശക്തിയല്ല. ശക്തിയുള്ളവർക്ക് കഴിവുണ്ടായിക്കൊള്ളുന്നില്ല, എബിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, എജിലിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല, ആ കർമ്മം ചെയ്യാനുള്ള എന്താ പറയുക ആ ഒരു പ്രവണത ഉണ്ടായിക്കൊള്ളുന്നില്ല. ശക്തി ഉണ്ടാവും, രാക്ഷസനെ പോലെ മഹാശക്തി ഉണ്ടാവും. ഇങ്ങനെ കുംഭാരനെ അങ്ങനെ ഉണ്ടാണ്ട് കിടക്കും ഒരു 6 മാസം. ശക്തി ഇല്ല ഉണ്ടോ അവന്? ഇല്ല, അവന് 6 മാസം എബിലിറ്റി ഇല്ല. ഹി ഹാസ് നോ എബിലിറ്റി ടു എക്സ്പ്രസ് ഹിസ് സ്ട്രെങ്ത്, ബലം. അതിനെയാണ് ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബലം എന്ന് അവിടെ പ്രയോഗിച്ചു, അവിടെ ശക്തി എന്ന് പ്രയോഗിക്കാൻ കാരണം. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ പിന്നിൽ ആ ചെയ്യാനുള്ള ബലം നമുക്ക് തീർച്ചയായിട്ടും വേണം. ഒരു റെസ്ലിങ്ങിന് പോവുകയാണെന്നെങ്കിൽ റെസ്ലർക്ക് എങ്ങനെയായാലും ബലം വേണം, മസിലൊക്കെ നല്ലോണം വേണം. മനസ്സിലായില്ലേ? പക്ഷെ അതേ സമയത്ത് ആ എന്താ പറയുക, മസിൽസ് മാത്രം പോരാ, ആ റെസ്ലിംഗ് ചെയ്യാനുള്ളതിന് ഒരു പ്രത്യേക കഴിവ് വേണം, വേണ്ടേ? ഒരു എന്താ പറയുക, കുശലത എന്നൊക്കെ പറയില്ലേ, കർമ്മം ചെയ്യുന്നതിലൊരു കുശലത. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ലേ ഗീതയിൽ? കർമ്മത്തിൽ കാട്ടുന്ന ഒരു കുശലത, ഒരു പ്രത്യേകത, ഒരു ഡെക്സ്റ്ററിറ്റി. എ ഡെക്സ്റ്ററിറ്റി ഇൻ ആക്ഷൻ ഈസ് യോഗ. ഇംഗ്ലീഷ് വാക്കുകളാണ് ഡെക്സ്റ്ററിറ്റി, അല്ലേ? ശക്തി പോരാ, വേണ്ടത്ര കഴിവും വേണം. അപ്പോൾ ശക്തിയും വേണം, ബലവും വേണം, ശക്തിയും വേണം. ഭഗവാന് ബലം ഉണ്ടെന്ന് നമ്മൾ കണ്ടു, സാമാന്യ ബലം ഉണ്ടെന്ന് കണ്ടു. എത്ര ഹോഴ്സ് പവറാണെന്ന് കണക്കാക്കാൻ പറ്റില്ല, അത്രയ്ക്കുള്ള ബലമുണ്ട് ഭഗവാന്. അതേ സമയത്ത് ട്രിമെൻഡസ് എബിലിറ്റി, അതാണ് ശക്തി എന്ന് പറയാൻ കാരണം. അടുത്തത് മഹാദ്യുതി. ദ്യുതി മീൻസ് ശോഭിക്കുന്നവൻ, ഇല്യൂമിനേറ്റർ, ഇല്യൂമിനേഷൻ. ദ്യുതി എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് ഇല്യൂമിനേറ്റ്സ്. മഹാദ്യുതി എന്ന് വെച്ചാൽ മഹത്തായ ശോഭയുള്ളവൻ അർത്ഥം. ബാഹ്യമായും ആന്തരികമായും ശോഭിക്കുന്നവൻ. എഫോൾജന്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, എഫോൾജന്റ് ഇംഗ്ലീഷിൽ. അത് സ്വയത്തമായ ശോഭയാണ്, ഒരാൾ കൊടുക്കുന്ന ശോഭയല്ല, ലെൻഡഡ് ശോഭയല്ല, അത് പർച്ചേസ്ഡ് ശോഭയല്ല, ആർട്ടിഫിഷ്യൽ ശോഭയല്ല. ആ ശോഭ എന്ന് പറയുന്നത് ആന്തരികമായിട്ട് തന്നെത്താനുള്ള സെൽഫ് എന്താ പറയുക ക്രിയേറ്റഡ് ശോഭയാണ്, നാച്ചുറലാണ്, സ്വയംഭൂവാണ് ശോഭ, സ്വയംഭൂ ശോഭയാണ്. തന്നെത്താൻ പൊട്ടിമുളച്ച് വന്നതാണ് ആ ശോഭ, ഉണ്ടാക്കിയതല്ല അത്. അപ്പോൾ ഈ ജ്യോതിസ് ഉള്ളിൽ, ഭഗവാന്റെ ജ്യോതിസ്, നമ്മളുടെ എല്ലാവരുടെയും ജ്യോതിസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെത്താൻ വരുന്നതാണ്. സ്വയം ജ്യോതി എന്ന് ബൃഹദാരണ്യത്തിൽ പറയുന്നുണ്ട്. വേറൊരു പവർ ഹൗസ് ഇല്ല എന്നർത്ഥം. നമ്മളൊക്കെ പവർ ഹൗസ് എന്ന് വായിക്കുന്ന ശോഭകളാണ്, ബോറോഡ് ശോഭയാണ് നമ്മുടെ. അവിടെ പവർ ഹൗസ് പവർ ഓഫ് ആയാൽ നമ്മൾ അപ്പിച്ചു കൂട്ടി. അപ്പോൾ അവിടെ അങ്ങനെ 24/7 പവറാണ്, പവർ ഫെയിലിയർ ഒന്നുമില്ല അവിടെ. അങ്ങനത്തെ പവർ ഹൗസാണ്. അപ്പോൾ ദ്യുതി പ്രകാശമുണ്ട്, പക്ഷെ ആ പ്രകാശം ടോർച്ച് ലൈറ്റ് അടിച്ച പ്രകാശമല്ല, സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വയം ജ്യോതി എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. സെൽഫ് ജനറേറ്റഡ് റെസ്പ്ലെൻഡൻസി എന്നൊക്കെ പറയില്ല ഇംഗ്ലീഷിൽ. സെൽഫ് ജനറേറ്റഡ് റെസ്പ്ലെൻഡൻസി, എഫൾജൻസ്. എല്ലാ ജ്യോതിസുകൾക്കും പ്രഭവമാകുന്ന ജ്യോതിസാണ് ഭഗവാന്റെ ജ്യോതിസ്. ജ്യോതിസ് മീൻസ് പ്രകാശം ഉള്ള വസ്തു, അതാണ് ജ്യോതിസ്. ദാറ്റ് വിച്ച് ഇല്യൂമിൻസ് ഈസ് കോൾഡ് ജ്യോതിസ്. അപ്പോൾ എല്ലാ ജ്യോതിസുകളുടെയും പ്രഭവമാകുന്ന ജ്യോതിസാണ് ഭഗവാന്റെ ജ്യോതിസ്. ജ്യോതിസുകൾ ഏതൊക്കെയാണ് നമുക്കറിയാം. അഗ്നി, സൂര്യൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള
പ്രകാശ സ്രോതസ്സുകൾക്ക്, ഇതൊക്കെ പ്രകാശത്തിൻ്റെ സ്രോതസ്സുകളാണല്ലോ. ആ സ്രോതസ്സുകൾക്ക് വേണ്ട പ്രകാശം ലഭിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പോൾ എല്ലാ ജ്യോതിസ്സുകളുടെയും ജ്യോതിസാണ് ഭഗവാൻ, എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമാണ് ഭഗവാൻ, ദ ഗ്രേറ്റർ പ്രകാശ്. മുണ്ടകോപനിഷത്തിൽ പറയില്ലേ, ജ്യോതിഷാം അഭി തജ്ജ്യോതി. 13-ാം അധ്യായത്തിലും പറയും, ജ്യോതിഷാമഭി തജ്ജ്യോതി തമസപരമുച്യത്തെ. ജ്യോതിഷാമഭി തജ്ജ്യോതി, മറ്റുള്ള ജ്യോതിഷുകൾക്ക് ജ്യോതിഷ് എന്താ പറയുക, പ്രദാനം ചെയ്യുന്ന ഭഗവാൻ ജ്യോതിഷുകളിൽ വെച്ച് അതുല്യമായ ജ്യോതിഷുള്ളവനായി ഇരിക്കുന്നു. ഇൻകമ്പയറബിൾ, അതുല്യനായ ജ്യോതിസ് ഉള്ളവനായിട്ടിരിക്കുന്നു. വേറൊന്നിനോട് കമ്പയർ ചെയ്യാനില്ല ആ ജ്യോതിസ്. ഓ അത് കണ്ടാലേ ഇങ്ങനെ തോന്നിട്ടോ, ഇത് കണ്ട അങ്ങനെ തോന്നും, അങ്ങനെ ഇൻകമ്പയറബിൾ, അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ജ്യോതിസില്ല. അതുകൊണ്ടാണ് സഞ്ജയൻ പറഞ്ഞ, എനിക്ക് പറയാനൊന്നും പറ്റില്ല, 1000 സൂര്യൻ ഉദിച്ചു വന്നാൽ എന്താ പ്രകാശം, അതാണ് ഭഗവാന്റെ പ്രകാശം എന്ന്. 1000 സൂര്യൻ എന്ന് വെച്ചാൽ 99+9 അല്ല, എത്രയോ സൂര്യന്മാർ ആകാശത്തിൽ ഒന്നിച്ച് ഉദിച്ചു വന്നാൽ എന്താ സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. മഹാരാജാവേ, എനിക്ക് കണ്ണ് കാണില്ല, ഏതായാലും അങ്ങനെയായി പോയില്ലേ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു 1000 സൂര്യൻ ആകാശത്തിൽ ഉദിച്ചു വന്നാൽ എന്തായിരിക്കും പ്രകാശം. അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്, അതാണ് അർജുനൻ കാണുന്നതും വിശ്വരൂപദർശനെ. അപ്പം അതാണ് മഹാദ്യുതി. ജ്യോതിഷാമഭി തജ്ജ്യോതി എന്ന് മുണ്ടകോപനിഷത്തിലുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സ്വയം ജ്യോതി എന്ന് ബൃഹദാരണ്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ വേദോക്തിയാണ് ഈ പറയുന്നതൊക്കെ. വെറുതെ ഭീഷ്മർ വായ തോന്നിയത് കോതയ്ക്ക് പാട്ട പറഞ്ഞ് ചൊല്ലി കൊടുക്കേണ്ടതല്ല യുധിഷ്ഠിരക്കത്. എല്ലാം വേദോക്തമായിട്ടുള്ള നാമങ്ങളാണ് ഭഗവാന് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു തോന്നിയ ഒരു ഓമന പേരിട്ട് കൊടുക്കുകയല്ല. ടുട്ടു, കിട്ടു, റവ ലഡ്ഡു, ജിലേബി, തോന്നിയ പേരിടണമല്ല, വല്ല അർത്ഥവത്തായിട്ടുള്ള പേരുകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അർത്ഥവത്തായിട്ടുള്ള പേരുകൾ നമ്മുടെ കാരണവന്മാരിൽ നമുക്ക് ഇട്ടിട്ട് മുത്തശ്ശനും അമ്മാവനൊക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ മാറ്റി കളഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടമുള്ള പേര് നമ്മളിടും. അവർ നന്നായിട്ട് പേരക്കുട്ടികൾ നന്നായിട്ട് വരച്ചിട്ട് മുത്തച്ഛനും ഒക്കെ നല്ല പേരിടുന്നു, അർത്ഥവത്തായിട്ടുള്ള പേരുകൾ. ഏയ് അതൊക്കെ പഴഞ്ചൻ. ടുട്ടു എന്നായിക്കോട്ടെ, ടിറ്റി എന്നായിക്കോട്ടെ. അങ്ങനെയല്ല ഭീഷ്മർ ഈ 1000 നാമം പറഞ്ഞിട്ടുള്ളത്. ഓരോ നാമവും അതിൻ്റെ ഒറിജിൻ വേദങ്ങളിലുണ്ടാവും, ഉപനിഷത്തുകളിലുണ്ടാവും, ഭഗവത്ഗീതയിലുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഹരിവംശം ഏതെങ്കിലും പുരാണങ്ങളിലുണ്ടാവും. എല്ലാ നാമവും അതെ, ഒരു നാമവും വെറുതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ജ്യോതിസ് തന്നെയാണ്, എല്ലാ ജ്യോതിസുകൾക്കും ജ്യോതിസാണെന്ന് പറയുന്നത്. അതാണ് മഹാദ്യുതി എന്ന് പറയുന്നത്. ഈ നമ്മൾ വായിക്കുന്ന ഈ സഹസ്രനാമത്തിൽ, വിഷ്ണു സഹസ്രനാമത്തിൽ മഹാ എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ കുറേ കണ്ടത്. ഈ മഹാ എന്ന് തുടങ്ങുന്ന 43 നാമങ്ങളുണ്ട്. മഹാ എന്ന് തുടങ്ങുന്ന വാക്കിൻ്റെ മഹാ എന്ന് തുടങ്ങുന്ന വാക്കിന് മുമ്പേ, നാമത്തിന് മുമ്പേ മഹാ എന്നിട്ടുള്ളത് 43 ഉണ്ട്. അതിലിപ്പോൾ ഇവിടെ നമ്മൾ 6 മഹാ ഒന്നിച്ച് കണ്ടു. മഹാമായ കഴിഞ്ഞിട്ട് മഹോത്സാഹം മുതൽ മഹോത്സാഹോ മഹാബല മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതി. മഹാമായ എന്നുള്ള വാക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കാണുന്ന നാമങ്ങളൊക്കെ ഏതൊക്കെയാ? ഒന്ന് ഓടിക്കോ മനസ്സിൽ. മഹാമായ എന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് മഹോത്സാഹ, മഹാബല, മഹാബുദ്ധിർ, മഹാവീര്യ, മഹാശക്തിർ, മഹാദ്യുതി. അപ്പം ഈ തുടർച്ചയായിട്ടുള്ള നാമങ്ങൾ ഒരു തത്വത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഐശ്വര്യം, ബലം, ജ്ഞാനം, വീര്യം, ശക്തി, തേജസ് എന്നീ 6 ഗുണങ്ങളെയാണ് മഹോത്സാഹം മുതൽ
മഹാബല, മഹാബുദ്ധി, മഹാവീര്യോ, മഹാശക്തി, മഹാദ്യുതി. മഹോത്സാഹ 1, മഹാബല 2, മഹാബുദ്ധി 3, മഹാവീര്യ 4, മഹാശക്തി 5, മഹാദ്യുതി 6. മനസ്സിലായോ? ഈ 6 6 മഹാസ്. അതിനെ എന്തുദ്ദേശിച്ചിട്ടാണ് ഈ ഈ 6 ഉണ്ടായത് എന്ന് വെച്ചാൽ അത് ഐശ്വര്യം, ബലം, ജ്ഞാനം, വീര്യം, ശക്തി, തേജസ് എന്നീ 6 ഗുണങ്ങളാണ്. ഇത് 6ഉം കൂടുതൽ ഏറ്റവും ഭഗവാനിൽ ഉള്ള നാമങ്ങളാണ്. അതിൽ ഭഗവാന്റെ ആജ്ഞാവർത്തിയാണ് മായ. അപ്പം ആ മഹാമായയും കൂടി അതിൽ ചേർത്തു എന്ന് മാത്രം. ആ മഹാമായയും കൂടി അതിൽ എൻ്റെ കൂടെ ചേർത്തു. അപ്പം ആ മഹാമായ കഴിച്ച് ബാക്കിയുള്ള 6 മായ നോക്കുമ്പോൾ അതൊക്കെ ഐശ്വര്യസ്യ, സമഗ്രസ്യ, വീരസ്യ, യശശ്രിയാം, ജ്ഞാന, വൈരാഗ്യ ഷണ്ഡാനാം. ഭഗ എന്നുള്ള നാമത്തിന് അർഹനമാവണമെങ്കിൽ, ഭഗവാൻ ആവണമെങ്കിൽ ഈ 6 കാര്യങ്ങൾ ഉണ്ടാവണം ഒരു വ്യക്തിയിൽ, ഒരു ഈശ്വരനിൽ. അപ്പോഴാണ് ഭഗ എന്നുള്ള ശബ്ദത്തിന് ഈ 6 ആണ്. അപ്പോൾ അത് 6ഉം ഉള്ളവൻ ഭഗവാൻ, ബലം ഉള്ളവൻ ബലവാൻ, ധനം ഉള്ളവൻ ധനവാൻ. അല്ലേ? അപ്പം ഈ 6 ഭഗ എന്ന് പറയുന്ന 6 ഗുണങ്ങൾ ഏതൊക്കെയാണത്? ഐശ്വര്യസ്യ, സമഗ്രസ്യ, വീരസ്യ, യശശ, ശ്രിയാം, ജ്ഞാനം, വൈരാഗ്യം. ഇതെല്ലാം നേരത്തെ പറഞ്ഞ മഹോത്സാഹോ, മഹാബുദ്ധിർ, മഹാബല, മഹാബുദ്ധിർ, മഹാവീര്യ, മഹാശക്തി, മഹാദ്യുതി എന്നുള്ള 6 പെട്ടു. അതിൻ്റെ കൂടെ ഒരു മായയും ചേർത്തു. അത് ഭഗവാന്റെ സ്വന്തം പ്രൊഡക്റ്റ് ആകുക കാരണം അതും അദ്ദേഹം കൈപിടിച്ചു. അപ്പോൾ ആകെവിടെ 7 മായയാണ് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ മായകൾ അവിടെയും ഇവിടെയായിട്ട് കിടപ്പുണ്ട്. ആകെ 43 മായ മഹാ എന്ന് തുടങ്ങിയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഭഗ എന്നുള്ള ശബ്ദത്തിന് അർത്ഥവത്താവണമെങ്കിൽ ഭഗ എന്നുള്ള വാക്കിൻ്റെ അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ അർത്ഥം ഈ പറഞ്ഞതൊക്കെയാണ്. ഐശ്വര്യം, അതിൻ്റെ കൂടെ സമഗ്രസ്യ, അതിൻ്റെ കൂടെ വീരസ്യ, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം. അങ്ങനെയുള്ള 6 ഗുണങ്ങൾ കൂടുമ്പോഴാണ് ഭഗവാൻ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് മഹാദ്യുതി എന്ന് നമ്മൾ നേരത്തെ കണ്ടു. മഹാദ്യുതിയോട് കൂടിയിട്ട് തൽക്കാലം ഈ മഹാ എന്നുള്ളൊരു പ്രവാഹം അവിടെ നിന്ന്, മഹാപ്രവാഹം അവിടെ തൽക്കാലം നിർത്തിയിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് ഭീഷ്മർ തുടങ്ങാന്നറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ആ നാമം കഴിഞ്ഞു. ഇനി അനിർദ്ദേശ്യവപു. നിർദ്ദേശിക്കാൻ പറ്റാത്തവൻ അർത്ഥം. നിർദ്ദേശിക്കാൻ മീൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ടു ഇൻഡിക്കേറ്റ്, ടു അണ്ടർസ്റ്റാൻഡ്, ടു അപ്രിഹെൻഡ്. ഇതൊന്നും പറ്റാത്തവൻ. അപ്രമേയൻ എന്നുള്ള നാമം കണ്ടു, അജൻ എന്നുള്ള നാമം കണ്ടു, അവ്യങ്കൻ എന്നുള്ള നാമം കണ്ടു. ഇതുകൊണ്ടെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ അജ്ഞേയനാണ് എന്നാണ് കാണുന്നത്. ജ്ഞേയം ഈസ് നോട്ട് പോസിബിൾ. ഭഗവാനെ അറിയാൻ പറ്റാത്ത, അജ്ഞേയം, അറിയാൻ പറ്റാത്തൊരു പരിമിതിയാണ്. അറിയാൻ പറ്റാത്തതെന്ന് മീൻസ് നമ്മളുടെ കയ്യിൽ തൽക്കാലം ഉള്ള ഉപാധികളെ കൊണ്ട് അറിയാൻ പറ്റില്ല എന്നർത്ഥം. പരിമിതി, ലിമിറ്റേഷൻസ് ഉള്ള ഉപാധികളെ കൊണ്ട്, മനസ്സ് കൊണ്ടോ ബുദ്ധി കൊണ്ടോ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടോ അറിയാൻ പറ്റാത്ത വസ്തുവാണ് അപ്രമേയ. ഒരു പ്രമാണവും ഇല്ല. ഇന്ന മെഷർമെൻറ്റ് വെച്ച് ആൾക്ക് അയാളെ കിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല എന്നർത്ഥം. ചൂണ്ടിക്കാണിക്കപ്പെടാൻ പറ്റാത്തവൻ, ചൂണ്ടിക്കാണിക്കപ്പെടാൻ കഴിയാത്തവൻ. നമുക്ക് കഴിയില്ല ചൂണ്ടിക്കാണിക്കാൻ. ഭഗവാൻ ആരെയാണ് ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ഭഗവാനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാണ് അത് എന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അതാണ് ഇത് എന്ന് പറയാൻ പറ്റില്ല. ചൂണ്ടാനുവരിൽ നമുക്ക് ഉയർത്താൻ പറ്റില്ല. ഒരു ഇൻഡിക്കേറ്റീവ് ഇത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. ഇൻഡിക്കേഷൻ, ഡെഫിനറ്റ് ഇൻഡിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇൻഡിക്കേഷൻസേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ പോയാൽ അവിടെ എത്തുമായിരിക്കാം, ഇങ്ങനെ പോയാൽ അവിടെ എത്തുമായിരിക്കാം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം, ഡയറക്ഷൻസ് കൊടുക്കാം. അല്ലാണ്ട് നിർദ്ദേശിച്ച് ഇതാണ് ഭഗവാൻ എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റില്ല.
ഈശ്വരൻ ആരാന്ന് പറയാം, അല്ലെങ്കിൽ ദൈവം ആരാന്നൊക്കെ പറയാം. ശ്രീരാമനെയും കൃഷ്ണനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിച്ച് പറയാൻ പറ്റില്ല. ചൂണ്ടാൻ പറ്റണ്ടേ? എങ്ങനെയാണ് ചൂണ്ടുക? പറഞ്ഞു കൊടുക്കാൻ, ശിഷ്യന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇൻഡിക്കേറ്റീവായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കാനേ പറ്റില്ല. ഇൻഡിക്കേറ്റീവ് ലാംഗ്വേജ് എംപ്ലോയ് ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അതീന്ദ്രിയനായതുകൊണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായതുകൊണ്ട്, ബിയോണ്ട് ദി ഇന്ദ്രിയസ്, ബിയോണ്ട് ദി പവർ ഓഫ് ദി ഇന്ദ്രിയസ് ടു എക്സ്പ്ലെയിൻ. യഥോ വാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഇവരെല്ലാവരും കൂടി പുറപ്പെട്ടില്ലേ ഒരു പിക്നിക്ക് പോയിട്ട് ഭഗവാനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട്? പറ്റിയില്ലല്ലോ, തിരിച്ചു പോകുന്നില്ലേ? പോന മച്ചാൻ തിരുമ്പി വന്നാൽ കോമണത്തോടെ എന്ന് പറഞ്ഞ പോലെ എല്ലാവരും കൂടി തലയും താഴ്ത്തിയിട്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ? യഥോ വാച, വാക്കടക്കം യഥോ വാച പ്രവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. യഥോ വാച നിവർത്തന്തേ, തിരിച്ചിങ്ങോട്ട് പോന്നു. ഒന്നും കൈ പറ്റാണ്ട്, ഒന്നും പറ്റാണ്ട്. എംപ്റ്റി ഹാൻഡഡ് ദേ റിട്ടേൺ. ഒന്നും കിട്ടാണ്ട് അപ്രാപ്യ മനസാ സഹ. അങ്ങോട്ട് കൂടെ പോയേ രസം തൊളിക്കാനല്ല, എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടായിരുന്നില്ലേ മനസ്സ്, ആ മനസ്സും കൂടി ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു എന്ന് പറയണം. മനസാ സഹ, മനസ്സടക്കം. ഇവരൊക്കെ കൂടി കൊണ്ടുപോയ ഗ്രൂപ്പ് ലീഡർ ഉണ്ടല്ലോ, ആ ഗ്രൂപ്പ് ലീഡർ അടക്കം ഇങ്ങോട്ട് തിരിച്ചു പോന്നു. എന്ത്? എംപ്റ്റി ഹാൻഡഡ് ആയിട്ട്. ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ഇവിടുന്ന് പോയിട്ട് ഒന്നും കിട്ടിയില്ല. എന്താ കിട്ടാണ്ടിരിക്കാനുള്ള കാരണം? ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതാണ്, മനസ്സിന് ഗോചരമല്ലാത്തതാണ്, ബുദ്ധിക്ക് ഗോചരമല്ലാത്തതാണ്. എന്തുകൊണ്ടാണ് ഗോചരമാവാത്തത്? ഇതിനൊക്കെ പ്രചോദനം കൊടുത്ത്, ശക്തി കൊടുത്ത്, വീര്യം കൊടുത്ത്, യശസ് കൊടുത്ത് അവരൊക്കെ തീറ്റിപ്പോറ്റുന്നവരാണ് ഭഗവാൻ. ഭഗവാന്റെ ശക്തി, ഭഗവാന്റെ വീര്യം, ഭഗവാന്റെ ജ്യോതിസ്. അപ്പം അങ്ങനെയുള്ള ജ്യോതിസിനെ ഇവർക്ക് എങ്ങനെ ആ ജ്യോതിസിനെ കാണാൻ പറ്റും? പ്ലഗ് ഊരിയ പവർ നിൽക്കില്ലേ? പിന്നെ എങ്ങനെയാ ആ പവറിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ലൈറ്റ് ബൾബിന് പിന്നെ പ്ലഗ് ഹോളിൻ്റെ ഉള്ളിൽ കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പ്ലഗ് ഹോളിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാൻ പറ്റിയ? പ്ലഗ് കുത്തിയാലേ ലൈറ്റ് കാണുള്ളൂ. ആ പ്ലഗ് കാണാൻ വേണ്ടിയിട്ട് ആ പ്ലഗ് നമ്മൾ ഊരി കഴിഞ്ഞാൽ ലൈറ്റ് കിട്ടും. പിന്നെ എങ്ങനെയാ ലൈറ്റിന് അങ്ങോട്ട് എത്തുക? അപ്രാപ്യ, കണ്ടു കിട്ടാൻ പറ്റില്ല. അനിർദ്ദേശ്യ, അപ്രമേയ. ഒക്കെ മഹർഷിമാര് തമാശയ്ക്ക് എഴുതിയുണ്ടാക്കിയ വാക്കുകളല്ലോ, സത്യമല്ലേ? കിട്ടണ്ടേ? എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും തോന്നിയത് വിളിച്ചു പറഞ്ഞ് ഇതാണ് ബ്രഹ്മം എന്ന് പറയാൻ പറ്റുമോ? ശാസ്ത്രീയമായിട്ട് പറയണ്ടേ? പറയാൻ പറ്റുന്നില്ല അവർക്ക്. അവരുടെ പരിമിതി സമ്മതിക്കുന്നു മഹർഷിമാർ. ഞങ്ങൾക്ക് സോറി, ഞങ്ങൾക്ക് ഐ എം റിയലൈസിങ്, ഐ എം എൻജോയിങ് ഇറ്റ്, ബട്ട് സോറി ഐ കാൺ ടെൽ യു, എക്സ്പ്ലെയിൻ ടു യു, ബിക്കോസ് ഹി ഈസ് ഗുണാതീതൻ. ഏതെങ്കിലും ഒരു ഗുണം വേണ്ടേ ഇന്ദ്രിയത്തിന് ചെല്ലാൻ? ഇന്ദ്രിയങ്ങൾക്ക് അതാത് ഗുണങ്ങളിൽ പോയിട്ട് പ്രവേശിക്കാനേ പറ്റുള്ളൂ, അതാത് ഗുണങ്ങളെ ക്യാപ്ചർ ചെയ്യാനല്ലേ പറ്റുള്ളൂ, അല്ലേ? അപ്പം കണ്ണിന് വസ്തുവിനെ ക്യാപ്ചർ ചെയ്യാം, നാവിന് രസത്തിനെ ക്യാപ്ചർ ചെയ്യാം, അല്ലേ? ചെവിക്ക് ശബ്ദത്തിനെ ക്യാപ്ചർ ചെയ്യാം. ഇതൊക്കെ ഗുണങ്ങളാണ്. അപ്പോൾ ഒരു ഗുണവുമില്ലെങ്കിൽ ഒരു സെൻസ് ഓർഗൻസിനും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഗുണവുമില്ല, ഈസ് നിർഗുണൻ. അപ്പം എങ്ങനെ എന്ത് ക്യാപ്ചർ ചെയ്യും? ദേ ഫെയിൽ ടു ക്യാപ്ചർ, ദാറ്റ് എക്വിപ്മെൻറ്റ് ഇസ് നോട്ട് ഇനഫ്. അതുകൊണ്ടൊരു വഴിയില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല, വഴിക്ക് പോകണു, ഗ്രിപ്പ് കിട്ടുന്നില്ല. കണ്ണിന് കാണാനുള്ള ഗ്രിപ്പ് കിട്ടുന്നില്ല, കാണാൻ പറ്റുന്നില്ല. ചെവിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, വായ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഒന്ന് മുട്ടി നോക്കിയാലോ? സ്പർശിക്കാനും പറ്റുന്നില്ല, ദർശിക്കാനും പറ്റുന്നില്ല, ഗ്രാണിക്കാനും പറ്റുന്നില്ല. ചിന്തിക്കാൻ പറ്റുമോ മനസ്സുകൊണ്ട്? അത് പറ്റുന്നില്ല. ബുദ്ധി കൊണ്ട് ഫോർമുല ഇട്ടിട്ട് എ ഈസ് ഈക്വൽ ടു ബി എന്നിട്ടിട്ട് ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാൻ പറ്റുമോ? അതും പറ്റുന്നില്ല. അപ്പം നമ്മുടെ ബുദ്ധി വൈഭവം വർക്ക് ചെയ്യുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം ബുദ്ധി ശക്തി കൊടുത്തത് അദ്ദേഹമാണ്. പിന്നെ അദ്ദേഹത്തിനെ പോയി കണ്ടുപിടിക്കാൻ എങ്ങനെയാ പറ്റുക? അപ്പം ചുരുക്കി പറഞ്ഞാൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് സംതിങ് ലൈക്ക് ഇലക്ട്രിക് ഷോക്ക്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ഇലക്ട്രിക് ഷോക്ക്
എങ്ങനെയാണെന്നുള്ളത്. അതെങ്ങനെയാണ് ഷോക്ക് കിട്ടുകയെന്നൊക്കെ ഡയഗ്രാം വരച്ച് ഒരു എസ്സൊക്കെ എഴുതി കൊടുക്കാം. ദിസ് ഈസ് ഹൗ ഷോക്ക് ഈസ് ജനറേറ്റഡ്. ബട്ട് വാട്ട് ഈസ് ദാറ്റ് ഷോക്ക്? ഹൗ ക്യാൻ ഐ റിയലൈസ് ദാറ്റ് ഷോക്ക്? ഷോക്ക് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി, ഷോക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഷോക്ക് എന്താണെന്ന് മനസ്സിലാവും എപ്പോൾ? നിർബന്ധമാണോ ഷോക്ക് മനസ്സിലാക്കണമെന്ന്? അത് നിർബന്ധമാണ് സാറേ. എനിക്ക് മനസ്സിലായിട്ടില്ല. സാറ് 2-4 പേജ് എഴുതി വെച്ചില്ലേ ഷോക്കിനെ കുറിച്ച്? ഇലക്ട്രിക് ഷോക്ക് വാട്ട് ഈസ് ഇറ്റ് എന്നൊന്ന് തീസിസ് എഴുതിയില്ലേ സാറ് PhDക്ക്? അത് മുഴുവൻ വായിച്ചു നോക്കി. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഷോക്ക് വെച്ചാൽ എന്താന്ന്, അതെങ്ങനെയാണ് വരുന്നത്, എപ്പോഴാണ് വരിക, എന്തൊക്കെ കണ്ടീഷൻസാണ് ഉണ്ടാവുക, അതൊക്കെ ഞാൻ മനസ്സിലാക്കി. പക്ഷേ ആ ഷോക്ക് എന്ന് പറയണത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അതെന്താ ഇനി ചെയ്യുക? വേഗം 2 വിരലെടുക്കുക, പ്ലഗ് പോയിന്റിനുള്ളിൽ ഇട്ട് കൊടുക്കാൻ പറയാം. ഡും ഒറ്റ പ്രാവശ്യം കേൾക്കണ്ടോ? ഇപ്പോൾ മനസ്സിലായോ ഷോക്ക്? ഓ സാറേ മനസ്സിലായി എന്നൊന്ന് പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാൻ പറ്റില്ല. തന്നെയാണ് മഹർഷിമാരുടെയും പ്രശ്നം. അവരുടെയും പ്രശ്നം അതാ, അവരിരുന്നിങ്ങനെ തേനൂറി കുടിക്കുകയാണ്. മധു എന്നുള്ളൊരു വാക്കില്ലേ ഭഗവാനെ, അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവര്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് അവർക്കൊരു വലിയൊരു ധർമ്മസങ്കടമാണ്. കാരണം ഇതെങ്ങനെയാണ് ഇതൊക്കെ ഞാൻ അനുഭവിച്ചിട്ട് എൻ്റെ തലമുറയ്ക്ക് ഞാൻ ഇത് അനുഭവം കൊടുക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റണില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അനുഭവിക്കുകയാണല്ലോ. നല്ല മധുരോര പദാർത്ഥങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണല്ലോ. താൻ ഒറ്റയാൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം. എന്ത് ചാരിതാർത്ഥ്യം എനിക്കുള്ളത്? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇവർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. പറ്റണില്ലല്ലോ ഭഗവാനെ, പറ്റില്ല. കാരണം അത് അനിർദ്ദേശ്യ വപുഷുവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സ് തിരിപ്പിച്ച് ആ വഴി കൂടെ നടത്തിച്ച് കുറച്ച് പ്രയാണം ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് പോലെ ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് വരും. അത് കിട്ടാനാണ്, ഷോക്ക് കിട്ടാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കണം. കാരണം ഭഗവാൻ നിർഗുണനാണ്. നിർഗുണത്തിന് നമ്മൾ എങ്ങനെയാണ് ഗുണം കൊണ്ട്, അതിന് നിർഗുണത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം? വാട്ട് ഈസ് എ ഗുണ ഓഫ് നിർഗുണ? അതിന് വല്ല ഗുണമുണ്ടോ? നോ ഗുണ. അതന്നെയാണ് നിർഗുണം. നിർഗുണ, ദുർഗമ, ശക്തി എന്നൊക്കെ പറയില്ലേ. ദുർഗമമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അനിർദ്ദേശ്യവപു എന്നുള്ള വാക്ക് പറയുന്നത്. ഒരു ഗുണാതീതനായതുകൊണ്ട്, ഗുണരഹിതനായതുകൊണ്ട് അനിർദ്ദേശ്യവപു ആയിരിക്കണം. അജൻ എന്ന് പറയാം, അപ്രമേയം എന്ന് പറയാം, അവ്യങ്കൻ എന്ന് പറയാം, എന്ത് നാമം വേണമെങ്കിൽ പറയാം. പക്ഷേ അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കി തരാൻ പറ്റില്ല. മനസ്സിൽ ആക്കി തരാൻ പറ്റില്ല. മനസ്സിലാക്കി തരാൻ പറ്റും, മനസ്സിൽ ആക്കി തരാൻ പറ്റില്ല. അതിൽ നിറച്ച് തരാൻ പറ്റില്ല. എക്സ്റ്റേണൽ നോളജ് കൊടുക്കാം, അല്ലാണ്ട് ഒരു റിയലൈസേഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു എന്താ പറയുക, അനുഭൂതി ഉണ്ടല്ലോ, ഒരു എക്സ്പീരിയൻസ്, അത് ഡിഫിക്കൽട്ട്. അത് പറ്റാത്ത എന്നാണ് തുറന്ന് പറയണേ. യാതൊരു എന്താണ് പറയുക, ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ, മഹർഷിമാർക്ക് അങ്ങനെയൊന്നുമില്ല. സത്യം വിളിച്ച് പറയില്ല അവരുടെ പണി. അല്ലാണ്ട് അതൊക്കെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം, താങ്കൾ പോരാ എൻ്റെ കൂടെ, അങ്ങനെ പറഞ്ഞ ആവശ്യമില്ലാണ്ട് മാർക്കറ്റിംഗ് ടോക്സ് നടത്തിയിട്ട് പിന്നാലെ കൊണ്ടുപോകണമെന്നല്ല മഹർഷിമാർ. അവരുള്ള കാര്യം ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്നു പറയരുത്. കുട്ടിയെ അത് അനിർദ്ദേശിയാണ്. അവിടെ ചെന്നിട്ട് എന്നോട് സാർ എന്തിനാ എന്നെ ഇതിൽ വരെ കൊണ്ടുവന്നതെന്ന് ചോദിക്കരുത്. സാധിക്കില്ല. എനിക്കൊരു പരിമിതിയുണ്ട്. എൻ്റെ പരിമിതിയല്ല, അതാ മഹാസത്വത്തിൻ്റെ പരിമിതിയാണ്. അത് കാരണം ഐ എം ഹെൽപ്ലെസ്. എൻ്റെ ഉപാധികൾ ലിമിറ്റഡാണ്. എനിക്ക് അദൃശ്യ ശക്തികളൊന്നുമില്ല അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. എൻ്റെ കണ്ണ്, നാക്കും, മൂക്കൊക്കെ ഉള്ളൂ. അത് വെച്ചിട്ട് എനിക്ക് തരാൻ പറ്റില്ല. നിങ്ങൾ എന്നത് എക്സ്പീരിയൻസ് ചെയ്തുള്ള അതിനുള്ള വഴികൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഡയറക്ഷൻസ് ഞാൻ തരാം, എന്നല്ലാതെ തത്വമസി ചൂണ്ടിക്കാണിച്ച് തരാം. അങ്ങനെ
മനസ്സിലായോ? അതാണ് നിർദ്ദേശ്യ വപു എന്നുള്ളതിൻ്റെ അർത്ഥം. ലളിതാ സഹസ്രനാമത്തിൽ അനിർദ്ദേശ്യ എന്നുള്ള വാക്ക് ഇല്ല, കണ്ടിട്ടില്ല, നാമം കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ അവിടെ അദൃശ്യ എന്നുള്ളൊരു നാമമുണ്ട്. അദൃശ്യം എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തതാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തതെന്ന് അർത്ഥം. കണ്ണ് ഇത്യാദികളെ കൊണ്ട് കാണാൻ പറ്റാത്തത്. ചെവി, മൂക്ക്, ത്വക്ക്, നാക്ക്, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തത്. കണ്ണ് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്തത് അദൃശ്യ. അദൃശ്യ, ദൃശ്യരഹിത, 2 വാക്ക് വരുന്നുണ്ട് അവിടെ. കാണാൻ പറ്റാത്തത്, ദൃശ്യമില്ലാത്തത്. അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രേ വേദവർജിത എന്നുള്ള ശ്ലോകത്തിൽ അദൃശ്യ എന്നുള്ള വാക്ക് ലളിത സഹസ്രനാമത്തിലും വരുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ പോലെ ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാ ശക്തിയും അങ്ങനെയൊക്കെ തന്നെ വർണ്ണിക്കാൻ പറ്റുമോ മഹർഷിമാർക്കേ? അതുകൊണ്ട് അവരുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊന്ന് കോപ്പറേറ്റ് ചെയ്യുക. ഒരടി അങ്ങോട്ട് വെച്ചാൽ 10 അടി ഇങ്ങോട്ട് വയ്ക്കും. അത്രയും വേഗത്തിൽ എൻകൗണ്ടർ, കണ്ടുമുട്ടാം, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കുക. അതുകൊണ്ട് ഇത് കൂടുതലൊന്നും മഹർഷിമാർക്ക് വർണ്ണിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരുള്ള കാര്യം തുറന്നു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത നാമം നമുക്ക് നാളെ കാണാം. അപ്പോൾ 177 അനിർദ്ദേശ്യ വപു. ഓക്കെ, ശരി. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഇന്നലെ ചന്ദ്രനെയൊന്നും ആരും കണ്ടില്ലല്ലോ. ആ, ശരി. ഹരി ഓം, ഹരി ഓം.